guys, welcome back to my new video, new YouTube channel, new all. ഇതിൻ്റെ സബ്ജക്റ്റ് വേറെയാണ്, എല്ലാം വേറെയാണ്. എൻ്റെ സൗണ്ട് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും. എനിക്ക് പണ്ടത്തെ 2 ചാനൽസ് ഉണ്ട്. ഈ ചാനൽ വ്യത്യസ്തമാണ്. നമ്മൾ ഇതിനകത്ത് ഗെയിമിംഗ് വീഡിയോസ്, ടെക് വീഡിയോസ്, മറ്റേതിലല്ലേ ഗെയിമിംഗ് വീഡിയോസ്, പിന്നെ എമുലേറ്റർ സെറ്റപ്പ് വീഡിയോസ്, പിന്നെ ഇച്ചിരി ഫണ്ണായിട്ടുള്ള മൾട്ടിപ്ലെയർ. അത് ഗെയിമിംഗ് വീഡിയോ എല്ലാത്തിലും വരുമല്ലോ. അത് ഞാൻ മൾട്ടിപ്ലെയറും കളിക്കാറുണ്ട്, മൈൻക്രാഫ്റ്റ് കളിക്കാറുണ്ട്, ഒരുപാട് ഗെയിം കളിക്കാറുണ്ട്. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കോമഡി ഗെയിംസും സ്റ്റോറി ഗെയിംസും എല്ലാം എന്താ സജസ്റ്റ് ചെയ്യും. പിന്നെ മൊബൈലിനെ കുറിച്ച് എന്ത് ഡൗട്ട് ചോദിച്ചാലും, എന്ത് കൊച്ചി പൊട്ടത്തരം ചോദിച്ചാലും കമൻറ്റ് ചോദിച്ചാൽ ഞാൻ ആൻസർ തരുന്നതായിരിക്കും. എല്ലാ കമൻറ്റും ഞാൻ ആൻസർ തരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇത് ഹെഡിങ് കണ്ട് കാണും, നമ്മളിന്ന് നെൻറ്റൻഡോ സ്വിച്ചിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. നെൻറ്റൻഡോ സ്വിച്ച് എന്ന് വെച്ചാൽ നെൻറ്റൻഡോ ഒരു കൺസോളാണ്. അവർക്കാണ് ഈ ഒരു പോക്കിമോൻ്റെ ഫുൾ ലൈസൻസ് ഉള്ളത്. പോക്കിമോൻ മാത്രമല്ല, ഏകദേശം 1000-2000+ ഗെയിംസ് ഉണ്ട് അതിനകത്ത്. നല്ല ഗെയിംസ് ഒരുപാടുണ്ട്. അതിങ്ങനെ ഈ ഗെയിംസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ഫ്രെയിമൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് പറഞ്ഞുകൂടാ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എമുലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് നെൻറ്റൻഡോ സ്വിച്ച് എമുലേറ്റർ ഉണ്ട് മൊബൈൽ, ആൻഡ്രോയിഡിൽ. ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എമുലേറ്റർ എന്ന് വെച്ചാൽ ഈഡൻ എമുലേറ്ററാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്റ്റേബിൾ. നേരെ ക്രോമിൽ പോയിട്ട് അടിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈഡൻ എമുലേറ്റർ റിസൾട്ട്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫസ്റ്റ് വരുന്ന ഈ ഒരു ഈഡൻ എന്ന് പറയുന്ന അവരുടെ ലീഗൽ വെബ്സൈറ്റിൽ പോയി വെർഷൻ 0.2.1 ഇത് താഴോട്ട് പോയിട്ട് ആൻഡ്രോയിഡിൽ എടുത്തിട്ട് ബിൽഡ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിവൈസിനും സപ്പോർട്ട് ആവുന്നതാണ്. ഈ ലെഗസി വെർഷൻ എന്ന് വെച്ചാൽ ഫോർ സ്നാപ്ഡ്രാഗൺ ആൻഡ് അതർ അൺസപ്പോർട്ടഡ് ചിപ്സെറ്റ്സ്. അതെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗനും വേറെ ചിപ്സെറ്റ്സിനും വേണ്ടിയുള്ളതാണ്. ചിപ്സെറ്റിനും വേണ്ടിയാണ് നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് വെർഷനാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen ഉള്ളവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ സ്നാപ്ഡ്രാഗൺ 680 ആണ്. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇൻസ്റ്റാൾ കൊടുക്കുക. ഡണ്ണ് കൊടുക്കുക. വേണം ഓപ്പൺ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് 2 മെയിൻ ഫയൽസും ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിനി കീസും ഫ്രെയിം വർക്കും ഡൗൺലോഡ് ചെയ്യണം. അത് കാണിച്ചാൽ ചിലപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് കിട്ടും. നിങ്ങൾ ജസ്റ്റ് പോയി ഇവിടെ കീസൊന്നും ഫ്രെയിം വർക്കൊന്നും അടിച്ചു കൊടുത്താൽ മതി. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈഡൻ കീസ് അടിച്ചു കൊടുത്ത് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കിറ്റ്ഹബിൻ്റെ ഒരു ലിങ്ക് വരും. കിറ്റ്ഹബാണ് ഏറ്റവും നല്ലത്. അത് വന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കീസ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഫ്രെയിം വർക്ക്, ഈഡൻ ഫ്രെയിം വർക്ക് അടിച്ചു കൊടുത്ത് അതും ഡൗൺലോഡ് ലാസ്റ്റ് അടിച്ചിട്ട് അതും ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഗെയിംസ് ഡൗൺലോഡ് ചെയ്യണം എങ്ങനെയാണെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞുതരാനുള്ള ആൾ ഇതുപോലും ആരും പറഞ്ഞു തരൂല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാനും പോയി ഡൗൺലോഡ് ചെയ്ത് തരാം. ഗൈസ്, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ കീസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്ന ഏറ്റവും പുതിയ വെർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഗെയിം ഫോൾഡർ അതിൽ ഏതൊരാണോ നിങ്ങൾ ഗെയിം ഇതൊക്കെ ഇത് ചെയ്തിട്ടിരിക്കുന്നത് അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രെയിം വർക്കും കൂടെ ഡൗൺലോഡ് ചെയ്താൽ സെയിം സ്റ്റെപ്പ് ചെയ്യുക. അതും കൂടെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കീസും ഫ്രെയിം വെയർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സെറ്റപ്പ് വീഡിയോ ആക്കാം. ബാക്ക് ഇതൊക്കെ നേരത്തെ ചെയ്തു. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു ഹലോ ഇതൊന്ന് പെർമിഷൻ ചോദിക്കുക. അതൊക്കെ ഞാൻ അറിയാതെ സ്കിപ്പ് ചെയ്ത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതൊക്കെ ഹലോ ചെയ്തിട്ട് നേരെ നെക്സ്റ്റ് വരിക. നമുക്ക് കീസ് കാണാൻ പറ്റും. ഇതിനാണ് ഞാൻ കീസ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. കീസ് എടുത്തിട്ട് എടുക്കുക. പക്ഷേ ഞാൻ കീസല്ല എടുത്തേ. കീസ് എടുത്തിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ കീസ് സേവ് ചെയ്തിട്ട ഫയൽ എടുക്കുക. അങ്ങനെ നിങ്ങൾ സേവ് ചെയ്തിട്ട സ്ഥലത്ത് പോയിട്ട് പ്രോട്ട് കീസ് എന്നാണ് ഡൗൺലോഡ് ചെയ്തത്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ടൈറ്റിൽ കീസ് അല്ല, പ്രോട്ട് കീസ് ഇതിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കീസ് സെറ്റായി. ഇനി അടുത്ത് ഫ്രെയിം വെയർ സെയിം പ്രോസസ്സ് തന്നെ. ബാക്ക് പീസ് എടുക്കുക. എന്നിട്ട് ഫ്രെയിം വെയർ എടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും മാക്സിമം കിറ്റ്ഹബിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. കാരണം എനിക്ക് ഫ്രെയിം വെയർ ഡൗൺലോഡ് ചെയ്തപ്പോൾ ചെറുതായിട്ട് കിട്ടാൻ നോക്കി.
എന്ത് പണി കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റോങ് ഫ്രെയിംവെയർ ഡൗൺലോഡ് ചെയ്ത്. ഇതാണ് റിയൽ ഫ്രെയിംവെയർ, ഇൻസ്റ്റാളിങ് ഫ്രെയിംവെയർ. സക്സസ്. ഇതിനായി ഇപ്പോൾ കിറ്റ്ഹബിൽ നിന്ന് അവിടെ നിന്ന് ഒപ്പിച്ചതാണ്. ഞാൻ നേരത്തെ ഫസ്റ്റ് അന്ന് ലിങ്കിൽ കണ്ട് അന്ന് ഡൗൺലോഡ് ചെയ്തത്. പക്ഷെ അത് ഫേക്കാണ്, അതൊന്നും ഡൗൺലോഡ് ചെയ്താലും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഗെയിം എവിടെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗെയിംസ് നെൻറ്റൻഡോ സ്വിച്ച് ഗെയിംസ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കി അതിനകത്ത് ഞാൻ പറയുന്ന ഗെയിംസ് ഡൗൺലോഡ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെൻറ്റൻഡോ സ്വിച്ച് ഗെയിംസ് ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി. അടുത്ത ഡൗട്ടാണ് നെൻറ്റൻഡോ സ്വിച്ച് ഗെയിംസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാനത് ഈ ഫോൾഡർ ഒന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ ഈ ഫോൾഡറാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് കൊടുക്കുക, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ കൊടുക്കുക. കാരണം ഇതെന്തൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പണ്ടത്തെ പ്ലെയറാണ്. കംപ്ലീറ്റ് വന്നതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. കുഴപ്പമില്ല, ഞാനൊന്ന് റിഫ്രഷ് അടിച്ചോട്ടെ. ഞാൻ ഇപ്പോൾ ഇട്ട് ഗെയിംസൊക്കെ ഇവിടെ പോയി. ഓക്കെ ഗൈസ്, ചെറിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്കിത് പ്രശ്നം വരൂല. ഇത് സത്യത്തിൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണ്. കാരണം നെറ്റ് ഉണ്ടല്ലേ, നെറ്റിൻ്റെ പ്രശ്നം. നിങ്ങൾക്കിത് വർക്കാവും. ഞാൻ ഇതിൻ്റെ ഒരു ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഇട്ടുതരാം. അതിന് മുമ്പ് നമ്മൾക്കിനി ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന സെറ്റിങ്സ് പറയാം. ആദ്യം തന്നെ നിങ്ങൾ ഇത് കൺട്രോൾസ് എടുക്കുക, എന്നിട്ട് പ്ലെയർ വന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾസ് കാണാൻ പറ്റില്ല. എന്നിട്ട് ലെഫ്റ്റ് ജോയ്സ്റ്റിക്ക് അതൊന്നും ഇടാതെ ഹാൻഡ് ഹെൽഡ് ഇടുക. ഹാൻഡ് ഹെൽഡ് ഇട്ടാലേ കറക്റ്റ് വരുള്ളൂ. പിന്നെ ബാക്കിയൊന്നും കൺട്രോൾ മാറ്റാൻ നിൽക്കരുത്, പണി കിട്ടും. അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പ് സെറ്റിങ്സ് ഒന്നും എടുക്കണ്ട, പ്രൊഫൈൽ മാനേജർ എടുക്കണ്ട, CPU ഡ്രൈവ്. നിങ്ങളൊരു RTX ഡിവൈസ് ആണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് സിസ്റ്റം GPU തന്നെ ഇട്ടാൽ മതി. നമ്മൾ ഇതിന് പറ്റിയ ഒരു കറക്റ്റ് GPU ഡൗൺലോഡ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്തിട്ടുള്ള GPU ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ മോഡൽ എൻ്റെ GPU മോഡൽ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. റെക്കമെൻഡഡ് കണ്ടോ, എൻ്റെ റെക്കമെൻഡഡ് GPU മോഡൽ ഇതാണ് കാണിച്ചിരിക്കുന്നത്. മോഡൽ നോക്കുക, റെക്കമെൻഡഡ് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ബോബ്, അതിവിടെ കാണും. ഉണ്ട് അങ്ങനെ എൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാളിങ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് കൊടുക്കുക, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ സിസ്റ്റം ഡ്രൈവ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുവാ, അടുത്തടുത്ത് നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ ഇത് അലോഡാണ്. ഞാൻ പറയാൻ മറന്നു. നമുക്ക് മറ്റേ സൂപ്പർ മാരിയോ അതൊക്കെ കളയണമെങ്കിൽ അതൊക്കെ അലോഡാണ്. പിന്നെ പിന്നെ ഇത്രയേ ഉള്ളൂ. അടുത്ത വേറെ ഒന്നും ചെയ്യില്ല. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സംഭവം സെറ്റാവുന്നതാണ്. ഇനി ജസ്റ്റ് ബാക്ക് വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കുക എന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു സേഫ് ആപ്ലിക്കേഷൻ മാത്രമേ ഇതിനുള്ളൂ. അതാണ് ഞാൻ പറയുന്ന ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ പറഞ്ഞു, സോറി. ഈ ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NS ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അത് തന്നെ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കയറിയാലും മതി. ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഇപ്പം എന്തോന്ന് അടിച്ചു കൊടുത്തിരിക്കുന്നത്, സൂപ്പർ മാരിയോ അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചിട്ട് എല്ലാ ഗെയിംസും വരും. ഇതിനകത്തുള്ള എല്ലാ ഗെയിംസും വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് നൗ ഓപ്ഷൻ കൊടുക്കുക, ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിരിക്കണേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ നാളെ ആണെങ്കിൽ ഒന്നെങ്കിൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടും, അല്ലെങ്കിൽ മൾട്ടിപ്ലെയർ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ഏതെങ്കിലും എമിറേറ്ററിൻ്റെ സെറ്റ് വീഡിയോ ഇടും, അല്ലെങ്കിൽ ഞാൻ പോക്കിമോൻ ലെറ്റ്സ് ഗോ പിക്കാച്ചു ട്രൈ ചെയ്യാം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗെയിം. അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. അത് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ സജസ്റ്റ് ചെയ്ത് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ, ബൈ. പിന്നെ എനിക്ക് പറയാമെന്ന് പിന്നെ ഇതിന് ഗെയിംസ് ഡൗൺലോഡ് ചെയ്യണം, വേറെ ഏതെങ്കിലും ഇതിന് ഡൗൺലോഡ് ചെയ്യുന്ന സൂക്ഷിച്ച് ഡൗൺലോഡ് ചെയ്യണം. കാരണം അത് ഫേക്ക് ആകാൻ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങൾക്ക് വരെ സജസ്റ്റ് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.